പോയിസൺ കലർത്തി കോരി കുടിക്കാമെന്ന ധാരണയിലാണ് രാത്രിയിൽ പായസം ഉണ്ടാക്കിയത്. സ്കൂളിൽ പോകുന്ന പ്രായത്തിൽ 2 പെൺമക്കളാണ് എനിക്ക്. അവരെയോ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തീരുമാനമായതുകൊണ്ട് മനസ്സ് കല്ലാണ്. ഈ ലോകം കള്ളങ്ങൾ കൊണ്ട് നിർമ്മിച്ചതും. അമ്മേ, കറണ്ട് പോയി. ഇളയവളുടെ ശബ്ദമാണ്. ഞാൻ മെഴുകുതിരി കത്തിച്ചു. അടുക്കളയിൽ പ്രകാശം പരന്നു. വിഷം കലർത്താനായി ഉരുളിയിൽ നിന്ന് പാതി പായസം മാത്രമേ എടുത്തുള്ളൂ. മരിക്കാനുള്ള മധുരം നിറച്ച കോപ്പയുമായി ഞാൻ ഹാളിലേക്ക് നടക്കുകയാണ്. അപ്പോഴേക്കും ഇലക്ട്രിക് റാന്തലും കത്തിച്ച് മൂത്തവളും വന്നു. അവൾക്ക് പായസം വേണ്ട പോലും. കേട്ടപ്പോൾ മുഴുവനും താൻ കുടിച്ചോളാമെന്ന് ഇളയവൾ പറഞ്ഞു. എല്ലാവരും കുടിക്കുമെന്ന് മൊഴിഞ്ഞ് കോപ്പ ഞാൻ മേശപ്പുറത്തേക്ക് വെച്ചു. ഒരു പരവേശവും കാട്ടിയില്ല. കറണ്ട് വരുന്നത് വരെ നിന്നാൽ ചൂട് പോകുമെന്ന് ശബ്ദിച്ച് 2 പേരുടെയും കണ്ണുകളിലേക്ക് നോക്കി ചിരിച്ചു. വന്നിവിടെ ഇരിക്കെ, ഞാൻ കോരിത്തരാം. ഇളയവൾ തയ്യാറായി. പായസം കുടിച്ചു കഴിഞ്ഞാൽ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് മൂത്തവൾക്ക് താല്പര്യം തോന്നിയത്. ഡൈനിങ് ടേബിളിന് ചുറ്റുമായി ഞങ്ങളിരുന്നു. എന്താണ് സർപ്രൈസ് എന്ന് 2 പേരും മാറി മാറി ചോദിക്കുന്നുണ്ട്. ആ നേരം അല്പം പതറിയെങ്കിലും പരവേശപ്പെട്ടില്ല. പുഞ്ചിരിച്ച മുഖവുമായി നിലകൊള്ളുമ്പോഴും ഹൃദയം പടപടാന്ന് ബഹളം വെക്കുന്നത് ഞാൻ അറിയുന്നുണ്ടായിരുന്നു. അതിനാക്കം കൂട്ടാനെന്നോണം ഫോൺ മണികളും മുഴങ്ങി. വേണ്ട, എടുക്കണ്ട, അതവിടെ കിടന്നടിക്കട്ടെ. ഫോൺ എടുക്കാൻ എഴുന്നേറ്റ ഇളയവളോട് ഞാൻ പറഞ്ഞതാണ്. അച്ഛനായിരിക്കും അമ്മയെന്ന് മൂത്തവൾ സൂചിപ്പിച്ചു. ആയിരിക്കില്ലെന്ന് പറയുമ്പോൾ ശബ്ദം ഇടറിയിരുന്നു. അവരുടെ അച്ഛൻ ഇനി ഒരു കാലത്തും വിളിക്കില്ലെന്ന് പറയാൻ തോന്നിയില്ല. കാരണം ചോദിച്ചാൽ പറയാനുള്ള ആവതെനിക്കില്ല. ഉറ്റവരാൽ ഉപേക്ഷിക്കപ്പെട്ടതെന്ന് അറിയുമ്പോഴുള്ള വേദന മുഴുവനായി പകർത്താൻ ഇന്നും ലിപിയില്ലെന്ന് തോന്നുന്നു. പ്രാണനെന്ന് കരുതിയ മനുഷ്യൻ ഇല്ലാത്ത ഈ മണ്ണിൽ തുടരാൻ എനിക്ക് സാധിക്കില്ല. ചതിക്കപ്പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്നതേയില്ല. രക്ഷപ്പെടണം. ലോകം തിരിയാത്ത പെൺമക്കളാണ്. അവരെയും കൂടെ കൊണ്ടുപോവുകയേ നിവർത്തിയുള്ളൂ. ആദ്യം കുഞ്ഞാറ്റയ്ക്ക്. ഇളയവൾ വാവൊളിച്ചു. പായസം നിറച്ച സ്പൂൺ അവളിലേക്ക് ഞാൻ അടുപ്പിച്ചു. കൃത്യം ആ നേരത്താണ് ആദ്യം തനിക്കെന്ന് പറഞ്ഞ് ഞങ്ങളിലേക്കൊരു മുഖം വന്നതും പായസം അകത്താക്കിയതും. മക്കൾ 2 നിലവിളിച്ചു പോയി. ഞാൻ കസേരയിൽ നിന്ന് തറയിലേക്ക് തെന്നി വീണു. പുരുഷനാണ്. മൂക്കിന് മുകളിലേക്ക് മങ്കി ക്യാപ്പ്. മേശപ്പുറത്ത് വെച്ചിരുന്ന കോപ്പയെടുത്ത് അയാൾ മോന്തി കുടിച്ചു. പായസം മീശയിൽ പറ്റിയിരിക്കുന്നു. ആരാ ആരാ നിങ്ങൾ? വിറച്ച ശബ്ദത്തോടെയാണ് ഞാനത് ചോദിച്ചത്. മക്കൾ 2 ഭയത്തിൻ്റെ പശയിൽ എൻ്റെ ദേഹത്തേക്ക് പറ്റിച്ചേർന്നിട്ടുണ്ട്. മനോജ്, ഓന്ത് മനോജ്, കള്ളനാണ് എന്നും പറഞ്ഞ അയാൾ എൻ്റെ ഇടം കവിളിലേക്ക് ആഞ്ഞു തല്ലുകയായിരുന്നു. വേദനയൊന്നും അറിഞ്ഞില്ല. മക്കൾ കാറി വിളിച്ചെങ്കിലും ഞാൻ കല്ല് പോലെ നിന്നു. എടുക്കടി, ഇവിടെ ഉള്ളതെല്ലാം. ഓന്തിൻ്റെ നിറം മാറ്റരുത്. കത്തി ചൂണ്ടിക്കൊണ്ടാണ് അയാൾ അങ്ങനെ പറഞ്ഞത്. എനിക്ക് ഭയം തോന്നിയില്ല. ആ കണ്ണുകളിലേക്ക് നോക്കി ചാകാൻ തുനിഞ്ഞവളുടെ ധൈര്യം ഞാൻ പകർന്നു. നോക്കി പേടിപ്പിക്കുന്നോ? എല്ലാത്തിനെയും തീർക്കും ഞാൻ. ഓന്തിന് ഈച്ച കേസാണ്. ഹോ, തല പെരുക്കുന്നു. എന്ത് പായസാടി നീ ഉണ്ടാക്കിയേ? കഴുത്ത് മേലോട്ട് ഉയർത്തിയാണ് ആ കള്ളൻ അങ്ങനെ പറഞ്ഞത്. പ്രതീക്ഷിച്ചതുപോലെ അല്പനേരത്തിനുള്ളിൽ തന്നെ അയാൾ കുഴഞ്ഞു വീഴുകയായിരുന്നു. ആ ശബ്ദം കേട്ടപ്പോഴാണ് മക്കൾ 2 പേരും തങ്ങളുടെ അടച്ച കണ്ണുകൾ തുറക്കുന്നത്. അമ്മയെന്ന് വിളിച്ച് അവർ ഒന്നുകൂടെ എന്നിലേക്ക് അമർന്നു. ഞാൻ പതറിയില്ല. നിങ്ങൾ പേടിക്കാതെ. അമ്മയില്ലേ? അമ്മയുണ്ട്, പേടിക്കാതെ. ഭയന്ന് വിറച്ച് മാറിലേക്ക് കൂട്ടിപ്പിടിച്ച മക്കളെ അടർത്തി മാറ്റിയാണ് ഞാനത് പറഞ്ഞത്. അവർ ഭയന്ന് വിളറിയിരുന്നു. നെറ്റിയും തൊണ്ടയും വിയർത്തിരിക്കുന്നു. ഇളയവളുടെ ബോധം മറയുന്നത് പോലെ അവളെ മടിയിലേക്ക് കിടത്തി മോളെയെന്ന് വിളിച്ച് ഞാൻ തേങ്ങി. വെള്ളമെടുക്കാൻ പറഞ്ഞപ്പോഴാണ് മൂത്തവളുടെ നോട്ടം ശ്രദ്ധിക്കുന്നത്. ചൂണ്ടുവിരലോളം കൂർത്ത കണ്ണുകൾ. അവൾ നീട്ടിയ വെള്ളം ഇളയവളുടെ മുഖത്തേക്ക് കുടയുമ്പോഴും കണ്ണുകൾ തുറന്ന അവളെ കസേരയിലിരുത്തുമ്പോഴും മൂത്തവളുടെ കൺമുനികൾ ഞാൻ തന്നെയായിരുന്നു. അമ്മ, ആ പായസത്തിൽ എന്താ കലർത്തിയത്? ചോദ്യം നെറ്റിയിൽ തന്നെ കൊണ്ടു. കൂട്ടത്തോടെ ഇല്ലാതാകണമെന്ന് തീരുമാനിച്ച നേരം തൊട്ട് കല്ലാക്കിയ ഹൃദയം പൊട്ടിപ്പൊടിഞ്ഞുപോയി. നീരുറവകൾ തള്ളിത്തിങ്ങിയ കണ്ണുകൾ കവിളിലേക്ക് കവിയുകയായിരുന്നു. ഞാൻ അവളുടെ കാലുകളിൽ വീണ് കുതിർന്നുപോയി. മണിക്കൂറുകൾ കൊണ്ട് ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറിയിരിക്കുന്നു. എനിക്കറിയാം, അച്ഛൻ ഇനി വരില്ല. അതുകൊണ്ടല്ലേ അമ്മ ഇങ്ങനെ. എന്നാലും നമ്മുടെ കുഞ്ഞാറ്റയെ കൂടി. ഞാൻ അവളുടെ വായ പൊത്തിപ്പിടിച്ചു. അമ്മയ്ക്ക് തെറ്റുപറ്റിപ്പോയെന്ന് കണ്ണുകൾ കൊണ്ട് വീണു. പൊന്നുമോൾക്ക് എന്നോട് ക്ഷമിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ അവൾ എന്നെ മുറുകെ പുണരില്ലായിരുന്നുവല്ലോ. ഇളയവൾക്ക് അപ്പോഴും കാര്യങ്ങളൊന്നും വ്യക്തമായിട്ടില്ല. വെറുതെ ഞങ്ങളെ നോക്കുകയാണ്. ഞാൻ എന്തൊരു പാപിയാണല്ലേ. ഒരുത്തനിട്ടിട്ട് പോയപ്പോൾ തുടരാൻ പറ്റാത്ത നിലയിലേക്ക് വീണത് ഞാൻ മാത്രമല്ലേ. മക്കൾ എന്ത് പിഴച്ചു. എൻ്റെ മുട്ടുകളെ കുഴിച്ചിടാൻ ശ്രമിച്ച എനിക്ക് മാപ്പില്ല. ജീവനത് അർഹിക്കുന്നതേയില്ല. ഇയാളെ എന്തു ചെയ്യും? നമുക്ക് പോലീസിൽ പറയാം. ശരിയാണ്, പറ്റിയ അബദ്ധം തുറന്നു പറയാം.
മരിച്ചു കിടക്കുന്നത് ആരെയും കൊല്ലാൻ പോലും മടിയില്ലാത്ത ആളായതുകൊണ്ട് കുറ്റബോധമില്ല. എല്ലാം തുറന്നു പറഞ്ഞാൽ നിയമം എന്നോട് ക്ഷമിക്കും. എത്രയേറെ വിഷമങ്ങൾ വീണാലും ജീവിക്കാൻ കിട്ടിയ ഈ അവസരത്തെ ഇനി ഒരിക്കലും ഇല്ലാതാക്കാൻ ശ്രമിക്കില്ല. തെറ്റായ തീരുമാനത്തോടെ നുള്ളിയെടുക്കാൻ നോക്കിയ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശക്തമായി തുടരാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ മാത്രമേ ഈ പാവത്തിൻ്റെ മോചനം എന്നിൽ സംഭവിക്കുകയുള്ളൂ. അമ്മേ, ആരാത്? ഞങ്ങളെ ഒന്നുകൂടി പേടിപ്പിക്കാൻ വേണ്ടിയാണ് ആ നേരത്ത് കോളിംഗ് ബെൽ മുഴങ്ങിയത്. സ്റ്റേഷനിലേക്ക് വിളിക്കാനായി എടുത്ത ഫോണുമായി ഞാൻ കതകിലേക്ക് നടന്നു. തുറക്കുമ്പോഴേക്കും കറണ്ട് വന്നിരുന്നു. ആരാ മെയിൻ സ്വിച്ച് ഓഫാക്കിയത് എന്നും പറഞ്ഞ് കയറി വന്നത് എൻ്റെ അച്ഛനായിരുന്നു. അപ്പുപ്പ എന്ന് വിളിച്ച് മക്കൾ അടുത്തേക്ക് ചെന്നു. കാര്യങ്ങളെല്ലാം അറിഞ്ഞുള്ള വരവായിരുന്നു അത്. മരണ വീട്ടിലേക്ക് വന്നതുപോലെയുണ്ട്. നിന്നെ മക്കളെ വേണ്ടെങ്കിൽ പിന്നെ നിനക്കെന്തിനാ അവനെ? പോകാൻ പറ. വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് കൊണ്ടാണ് നേരെ വന്നത്. എനിക്കറിയില്ലേ നിന്നെ. ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ നിനക്കറിയില്ല. മക്കളെക്കാളും ചെറുതായി അച്ഛൻ്റെ മാറിലേക്ക് വിതുമ്പലോടെ ഞാൻ വീണു. പറ്റിപ്പോയെന്ന് പറഞ്ഞ് നടന്നതെല്ലാം വിശദീകരിച്ചു. ഞെട്ടലോടെയാണ് ഞാൻ കേട്ടത്. തല്ലാനായി കയ്യുമോങ്ങി. മക്കൾ ഉള്ളതുകൊണ്ടായിരിക്കണം നിയന്ത്രിച്ചത്. എന്നിട്ട് എവിടെയാ കള്ളൻ? അച്ഛനെ ഞാൻ ഹാളിലേക്ക് ആനയിച്ചു. അവിടെ എത്തിയ ഞങ്ങൾക്ക് പരസ്പരം വെറുതെ നോക്കി നിൽക്കാനേ സാധിച്ചുള്ളൂ. ആരുമില്ല. ഇവിടെ ഉണ്ടായിരുന്നു. മക്കളും ആവർത്തിച്ചു. അച്ഛൻ വിശ്വസിച്ചില്ല. ഒരു കള്ളൻ്റെ മരണവുമായി എന്ത് മായയാണ് ചുറ്റും നടക്കുന്നതെന്ന് മനസ്സിലാകാതെ തറച്ച അമ്പുപോലെ ഞാൻ അങ്ങനെ നിൽക്കുകയാണ്. ഓർത്തപ്പോൾ സംശയം തോന്നി. അത് പരിശോധിക്കാനാണ് അടുക്കളയിലേക്ക് ചെന്നത്. പായസം ഉണ്ടാക്കിയ ഉരുളി തുറന്നു നോക്കിയപ്പോൾ കാലിയാണ്. അരികിലായുള്ള വാഷ് ബേസിനിൽ ഒഴിച്ചതിൻ്റെ അടയാളവുമുണ്ട്. സംശയം ശരിയായിരുന്നു. പായസം ഉണ്ടാക്കുന്നതും കോപ്പയിലേക്ക് ഒഴിച്ച് പോയിസൺ കലർത്തുന്നതും കള്ളൻ കണ്ടിരിക്കണം. കറണ്ട് പോയപ്പോൾ ആയിരിക്കണം അയാളുടെ ഇടപെടൽ. പിന്നീട് നടന്നതെല്ലാം ആ മനുഷ്യൻ്റെ കള്ളത്തരമാണ്. എന്തു തന്നെയായാലും കൊടും പാപിയാകാതിരിക്കാൻ എന്നെ തടഞ്ഞ കള്ളനോട് നന്ദിയുണ്ട്. താൻ ഓന്ത് മനോജാണെന്ന് പറയുമ്പോൾ കൊള്ളേണ്ടി വന്ന ആ തല്ലിൻ്റെ വേദന ആ നിമിഷം ഇടംകവിളിൽ നിന്നുണർന്നത്. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.